സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡെഫിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ലെറ്റ് സീ വാട്ട് ആൻഡ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് mu is equal to 0 and standard deviation sigma is equal to 1 is called a standard normal distribution. അതായത് ഇതൊരു 2 പാരാമീറ്റർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിനകത്ത് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, മ്യൂ ഉണ്ട്, സിഗ്മ ഉണ്ട്. മ്യൂ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മീൻ തന്നെയാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്, അത് ഈക്വൽ ടു 0 ആണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എല്ലായ്പ്പോഴും 1 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ അതിൻ്റെ നമുക്കൊരു ഡെൻസിറ്റി ഫംഗ്ഷൻ വേണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഇവിടെ നമ്മൾ നൊട്ടേഷൻ ഉപയോഗിക്കാം, ഇസഡ്. ഓക്കെ, ലെറ്റ് ഇസഡ് ബി എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ, ദെൻ ഇറ്റ്സ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ ദിസ്. അതായത് എഫ് ഓഫ് z, 0, 1. ദിസ് 0 റെപ്രസെൻറ്റ്സ് മ്യൂ. ഈ 0 എന്ന് പറയുന്നത് മ്യൂ ആണ് ഉദ്ദേശിക്കുക, ഈ 1 എന്ന് പറയുന്നത് സിഗ്മ ആണ് ഉദ്ദേശിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഉദ്ദേശിക്കുക. Okay, so its density function is this: 1 by square root of 2 pi times e to the power minus z square by 2, and the value of z is from minus infinity to infinity. Okay, അപ്പോൾ ഇതിന്റെ കർവ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഫംഗ്ഷൻ ആക്ച്വലി ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. സോ ദിസ് റാൻഡം വേരിയബിൾ ടേക്സ് വാല്യൂസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ആൻഡ് the curve of the standard normal distribution is, ഇതാണ് നമ്മുടെ y ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇത് 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ദി സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ആണ് നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയാം. ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന കർവ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും. അല്ലെ, ഒരു ബെല്ലിന്റെ പോലെയാണ് ഇതിന്റെ ഷേപ്പ് അല്ലെ, ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ടോട്ടൽ ഏരിയ നമുക്കറിയാമല്ലോ, ആസ് ഫ്രം ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഈ വൈ ആക്സിസ് എന്ന് പറയുന്നത്, വൈ ആക്സിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് അല്ലെ, എക്സ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ മീൻ എന്ന് പറയാം. മ്യൂ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിരിക്കുക, റൈറ്റ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ഓർ മ്യൂ ഈക്വൽ ടു 0 is the axis of symmetry എന്ന് പറയാം, is the axis of symmetry. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈ ആക്സിസ്, അതായത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ വൈ ആക്സിസിന്റെ റൈറ്റ് സൈഡിലേക്ക് എങ്ങനെയാണോ ഈ കർവ് ഉള്ളത്, അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും അതുപോലെ തന്നെ ആയിരിക്കും കർവ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ടോട്ടൽ ഏരിയ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 0ക്ക് റൈറ്റ് സൈഡിലുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.5 ആയിരിക്കും. ടോട്ടൽ ഏരിയ നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വൈ ആക്സിസ് എന്ന് പറയുന്നതിന്റെ ഒരു സിമ്മട്രിക് ആയിരിക്കും, വൈ ആക്സിന് സിമ്മട്രിക് ആയിരിക്കും ഈ കർവ് എന്ന് പറയും. ഓൾറൈറ്റ്, ഇനി ഇതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. നമ്മളത് ഈ ഫംഗ്ഷൻ ഈ ടു ദി പവർ മൈനസ് ഇസഡ് സ്ക്വയർ 2 എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രലൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇത് അതിന്റെ ഡെറിവേഷൻ നമുക്ക് സിലബസിൽ പഠിക്കാനുമില്ല. അപ്പം അതുകൊണ്ട് ഓർത്തിരുന്നാൽ മതി, ഇതിന്റെ മീൻ എന്ന് പറയുന്നതാണ് മ്യൂ, അതെന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് സിഗ്മ, അത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഉള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഒരു സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നത് 0 ആയിക്കൊള്ളണമെന്നില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിക്കൊള്ളണമെന്നില്ല, വേറെ ഏതെങ്കിലും വാല്യൂസ് ആവാം. ഓക്കെ, ബട്ട് ഇൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ ഈസ് ഗോയിങ് ടു ബി 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഗോയിങ് ടു ബി 1. ഓക്കെ, കർവിനെ കുറിച്ചും ഒരു ധാരണയെന്ന് വിചാരിക്കുന്നു. നൗ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അതാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകും, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കർവ് എന്ന് പറയാം, റൈറ്റ്. ഇതാണ് കർവ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ z1, ഇത് z ആക്സിസ് ആണ്, ലെറ്റ് മീ കോൾ ദിസ് പോയിന്റ് as some z.
ഇസഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഇസഡ് വരെയുള്ള ഇതിന്റെ ഏരിയ അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുക. ഏതെങ്കിലും ഒരു അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരെയുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. റൈറ്റ്, ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെയാണ് നമ്മൾ വിളിക്കുക ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ദാറ്റ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഇസഡ് ഇസ് ലെസ് ദാൻ ഇസഡ്, അല്ലെ? മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇസഡ് വരെയുള്ള ഈ ഏരിയ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. Probability കണ്ടുപിടിക്കാൻ actually to find the probability of a continuous function always we need to integrate it from minus infinity to z, right? അപ്പോൾ 1 by square root of 2 pi നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 by square root of 2 pi e to the power minus z square by 2 ആണ്. Okay, so e to the power minus some t square by 2 dt. Okay, ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ആൻഡ് സി ഈ ഇ ടു ദി പവർ മൈനസ് ടി സ്ക്വയർ ബൈ 2 ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രൽ ഫോർമുല നമുക്കില്ല. ഇ ടു ദി പവർ മൈനസ് ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണെന്ന് ചോദിച്ചാൽ വി കനോട്ട് ഫൈൻഡ് ഇറ്റ് ഔട്ട് എക്സ്പ്ലിസിറ്റ്ലി. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂസ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ടേബിളിൽ തന്നിട്ടുണ്ട് ഈ ഏരിയാസ്. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഈ ഇസഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കാരണം ഈ കർവ് ഒരു സ്റ്റാൻഡേർഡ് കർവ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഇസഡ് 1 വന്നാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെയുള്ള ഈ ഏരിയ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മൾ ഇതൊരു 2 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെയുള്ള ഏരിയ നമുക്കൊരു ടേബിളിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂവിനെയാണ് നമ്മൾ വിളിക്കുക ഫൈ ഓഫ് ഇസഡ് എന്ന് വിളിക്കും. ഫൈ ഓഫ് ഇസഡ്. Okay, so phi of z means it is the probability that the random variable, the standard normal variable z takes values from minus infinity to z, or we can say that it is the area from minus infinity to z under the standard normal curve എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടല്ല, പകരം we find this area from the ടേബിൾ, സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്, ആ ടേബിളിൽ നിന്നാണ് കിട്ടുക. ഓക്കെ, വിച്ച് ഈസ് obtained from the standard normal table. ഓൾറൈറ്റ്, ഈ ടേബിളിൽ നിന്നാണ് നമ്മളിത് കണ്ടുപിടിക്കുക. ഓക്കെ, സോ അപ്പോൾ ആ ടേബിൾ നമുക്കൊന്ന് കാണാം, എങ്ങനെയാണ് ഈ ഏരിയ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഒരു പെർട്ടിക്കുലർ ഏരിയ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോബബിലിറ്റി ദാറ്റ്, ലെറ്റ് ദിസ് ബി എ ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ദാറ്റ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ z ലെസ് ദാൻ 1 വരെയുള്ള ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന കർവ് ഇതായിരിക്കും. സി, ഇവിടെ 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഈ 1 വരെയുള്ള ഈ ഏരിയ, ദിസ് ഈസ് ഏരിയ ദാറ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ്, റൈറ്റ്? അപ്പോൾ ഈ ഏരിയ ആണ് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ് ടേബിൾ. ഓക്കെ, സോ ദിസ് ഈസ് ദി സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. അപ്പോൾ ഇസഡ് വരെയുള്ള ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്, റൈറ്റ്? ഇവിടെ ഇസഡ് നമ്മൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ 1 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് വാല്യൂസ് ഓഫ് ഇസഡ്. ഇസഡിന് 1 എന്നാണ് കൊടുക്കേണ്ടത്, 1. അപ്പോൾ ഇവിടെ -3.4 മുതലാണ് ഈ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുക, ഇസഡിന്റെ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുക. സോ ജസ്റ്റ് trace where 1 is. അപ്പോൾ ഇതാണ് സെക്കൻഡ് പേജിലാണ് 1 ഉള്ളത്. യു ക്യാൻ സീ ദിസ്, റൈറ്റ്? ഇവിടെ 1 ഉണ്ട്, ഇതാണ് 1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ്, അല്ലേ? ഇവിടെ 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.00 നമുക്ക് 2 ഡെസിമലിന് വരെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 1.00 എന്ന് പറയുന്നതാണ് ഈ ഫസ്റ്റ് പോയിന്റ്, ഇത്. ഓക്കെ, ഇതാണ് 1.00. ആൻഡ് 1.01 എന്ന് പറയുന്നതായിരിക്കും ഈ സെക്കൻഡ് വാല്യൂ വന്നിരിക്കും. ഓക്കെ, ആൻഡ് 1.09 എന്ന് പറയുന്നതായിരിക്കും ഈ ലാസ്റ്റ് വാല്യൂ, ദിസ് വൺ. ഓക്കെ, അപ്പോൾ 1 എന്നോട് ഉദ്ദേശിക്കുക 1.00 ആണ്. സോ ദാറ്റ് വാല്യൂ ഈസ് ഗോയിങ് ടു ബി 0.8413 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക, 0.8413. ഓക്കെ, അങ്ങനെ നമുക്ക് മാക്സിമം വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് 3.4 വരെയാണ്. 3.4 വരെയുള്ള വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിനകത്ത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാം. സോ 1.00 ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1.00യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.841. ഓക്കെ, സോ ലെറ്റ്സ് ഡു എ പ്രോബ്ലം.
This is the first question. Let's determine the following standard normal probabilities. Okay, so we need to calculate probability that z is less than or equal to 1.25. Okay, so that is the first one. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടുപിടിക്കുമ്പോൾ it is always better to draw a figure. ഒരു ഫിഗർ വരച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും സേഫ് വാല്യൂസ് കണ്ടുപിടിക്കാൻ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ probability that z is less than 1.25, right? So that probability is draw a standard normal curve always, and 1.25, let it be somewhere here, 1.25. Now look at the table. 1.25 അപ്പോൾ ഈ ഏരിയ ആണ് നമ്മൾ ചോദിച്ചിരിക്കുക. So it's better to shade the required region. Okay, so this is what the region is. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയാവും? -∞ മുതൽ 1.25 വരെയുള്ള ടോട്ടൽ ഏരിയ. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടും. ഓക്കെ, സി 1.25. So for 1.25 we'll get the value as 0.8944. 0.8944. Okay, ഇതാണ് നമ്മുടെ ടേബിൾ വാല്യൂ എന്ന് പറയും. Okay, and second one, find the probability that z is greater than 1.25, right? Z is greater than 1.25. Okay, so again you draw a figure corresponds to that 1.25. Okay, so let this be 1.25. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട റീജിയൻ എന്ന് പറയുന്നത് 1.25ന്റെ മുകളിലേക്കുള്ള വാല്യൂസ് ആണ് അല്ലേ? Z is greater than 1.25, right? So this is what the region that we need, right? ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. And we know that the total area is always 1, right? ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. അപ്പോൾ 1ൽ നിന്നും ഈ -∞ മുതൽ 1.25 വരെയുള്ള ഏരിയ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി ഏരിയ കിട്ടും അല്ലേ? അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഐഡിയ. So that is equal to 1 minus probability that z is less than 1.25. Okay, so it's 1 minus the probability that z is less than 1.25 in the area നമ്മൾ already കണ്ടുപിടിച്ചു 0.8944 ആണ്. Okay, so that's 0.8944. Okay, so the answer is 1 minus 0.8944, and that is 0.1056. ഇങ്ങനെയാണ് ഈ പ്രോബബിലിറ്റി ഉണ്ട്. ഇനി third one is probability that z is less than or equal to -1.25. okay, അതായത് ഇങ്ങനെ ആയിട്ട് this is the region. അപ്പോൾ ഇവിടെയാണ് -1.25 ഉള്ളത്. okay, -1.25 ഉള്ളത് ഈ റീജിയൻ ആണ്. അപ്പോൾ ഈ -1.25ന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്, റൈറ്റ്? അതുകൊണ്ടാണ് പറയുന്നത് ഈ കർവ് എപ്പോഴും വരച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് ധാരണ കിട്ടും. അപ്പോൾ ഓൾവേസ് -∞ മുതൽ ഏതെങ്കിലും ഒരു പോയിന്റ് വരെയുള്ള ഏരിയ കിട്ടുന്നതിനാണ് ഡയറക്റ്റ് ടേബിൾ വാല്യൂ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ഇത് -∞ മുതൽ -1 to 25 വരെയുള്ള ഏരിയ ആണ് ചോദിച്ചിരിക്കുക. ഡയറക്റ്റ് ടേബിളിൽ നിന്നും -1.25ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയാവും. -1.25. okay, so from the table -1.25, the area നമുക്ക് കണ്ടുപിടിക്കാം, ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. അത് 0.1056 ആയിരിക്കും. 0.1056. okay, so that probability is 1056. all right, okay, next fourth one ആണ് option D. Probability that -0.38 less than z less than 1.25, right? Again you draw a figure, a bell shaped curve. -3.8 is somewhere here, negative -3.38 അല്ല, ഇത് നെഗറ്റീവ് റിയൽ ആക്സിൽ ആയിരിക്കും ഉണ്ടാവുക. 1.25 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും.
right? അപ്പോൾ നമുക്ക് ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്, the area between these 2 points, right? So from minus infinity to 1.25, this area can be taken from the table, അതായത് phi of 1.25 നമ്മൾ പറയാം. അതുപോലെ മൈനസ് 3.8 വരെയുള്ള ഈ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, right? And that is phi of negative 0.38. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതിയാവും, ഈ 1.25 വരെയുള്ള ഏരിയയിൽ നിന്നും മൈനസ് 0.38 വരെയുള്ള ഏരിയ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ആക്ച്വൽ ഏരിയ കിട്ടും. അപ്പോൾ നമുക്കതിന് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് phi of 1.25 and which can be obtained from the table minus phi of 0.38 എന്ന് കിട്ടും. സോ phi of 1.25 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് വാല്യൂ, 0.8944 0.8944 minus then phi of minus 0.38. അത് നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം, മൈനസ് 0.38. Okay, so minus 0.38 is 0.3520 എന്നാണ് കിട്ടുക, 0.3520. ഓക്കെ, അത് നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം, ഡയറക്റ്റ് മൈനസ് 3.8 ഇടയ്ക്കുള്ള വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയോ. So the answer is 0.8944 minus 0.352 is equal to 0.5424. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് നോർമൽ പ്രോബബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുക. ഓൾറൈറ്റ്, സോ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഐഡന്റിഫൈ ദ റീജിയൻ ആൻഡ് ഡ്രോ എ കർവ്, മാർക്ക് ദ റീജിയൻ. ഓക്കെ, പിന്നെ ടേബിളിൽ നിന്ന് ഏത് ഏരിയ ആണോ വേണ്ടത് ആ ഏരിയക്ക് അനുസരിച്ചിട്ട് ഫോർമുല ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, ഇഫ് നെസസറി, അതർവൈസ് ജസ്റ്റ് ഫൈൻഡ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ടേബിളിൽ നിന്നാണ് നമുക്ക് ഈ വാല്യൂസ് ഒക്കെ കിട്ടുക. ഓക്കെ, alright, so this is another question. Let Z be a standard normal random variable. Standard normal random variable ആണ്, ഈ പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ കുറേ പ്രോബിലിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. സോ ഡു ദിസ് ആസ് എ ഹോംവർക്ക്. ഓക്കെ, ടേബിൾ വാല്യൂസ് വെച്ചിട്ട് ഈ പ്രോബിലിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, എന്താണ് Z ആൽഫ നൊട്ടേഷൻ ഫോർ Z ക്രിട്ടിക്കൽ വാല്യൂസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മേ ബി ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വളരെയധികം ആവശ്യമുള്ള ഒരു കോൺസെപ്റ്റാണിത്, Z ആൽഫ നൊട്ടേഷൻ ഫോർ Z ക്രിട്ടിക്കൽ വാല്യൂസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, Z ആൽഫ എന്ന് പറയുന്നത് Z ആക്സിസിലെ ഒരു പോയിന്റ് ആണ്. ഇതാണ് നമ്മുടെ നോർമൽ കർവ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോർമൽ കർവ് ഈ വാല്യൂ ആണ് Z എന്ന് പറയുക, ഇതാണ് Z. ഓക്കെ, ഇതാണ് നമ്മുടെ മ്യൂ 0 ആയിട്ടുള്ളത്. ഓക്കെ, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. അപ്പോൾ Z ആൽഫ എന്ന് പറയുന്നത് Z ആക്സിസിലെ ഒരു കർവ് ആണ്, ഒരു പോയിന്റ് ആണ് Z ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ പോയിന്റ് എന്ന് പറയാം. ഇതിന്റെ പ്രത്യേകത ഇതാണ്, ഈ Z ആൽഫ എന്ന് പറയുന്നത്, ഈ ആൽഫ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, ആൽഫ എന്ന് പറയുന്ന വാല്യൂ, ഈ ആൽഫ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. ഈ Z ആൽഫ എന്ന് പറഞ്ഞ പോയിന്റ് റൈറ്റ് സൈഡിലെ ഏരിയ ആണ് ആൽഫ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെയിം ആസ് ഇതൊരു ഏരിയ ആണല്ലോ, ഓർ ദാറ്റ് ഏരിയ ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് Z ഈസ് ഗ്രേറ്റർ ദാൻ Z ആൽഫ. ഈ Z ആൽഫയ്ക്ക് റൈറ്റ് സൈഡിലേക്ക് Z ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ ആൽഫ എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫൈൻഡ്, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം, ഫൈൻഡ് Z 0.05, ഇത് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൻ്റെ ഉദ്ദേശം ഇതാണ്, ദാറ്റ് മീൻസ് Z 0.05 means it is the probability that Z is greater than or equal to Z is greater than or equal to this Z 0.05 which is equal to alpha. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഇതാണ് അല്ലേ, അതായത് Z 0.05ലും കൂടുതലുള്ള ഏരിയ എത്ര കിട്ടണം, ആൽഫ എന്ന് കിട്ടണം. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 0.5 ആയിരിക്കും, 0.05 ആയിരിക്കും, റൈറ്റ്.
അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കും. ഈ ഏരിയ ആണല്ലോ നമുക്ക് കിട്ടേണ്ടത്. ഈ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയയിൽ നിന്നും ഇറ്റ്സ് 1 മൈനസ് പ്രോബബിലിറ്റി ദാറ്റ് ഇസഡ് ഇസ് ലെസ് ദാൻ ഇസഡ് 0.05 എന്ന് പറയാം. അതായത് 0 പോയിന്റ് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള മൊത്തം ടോട്ടൽ ഏരിയയിൽ നിന്നും ഈ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇവിടം വരെയുള്ള ഏരിയ കുറയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, 0.05 കിട്ടുക, റൈറ്റ്. അപ്പോൾ 1 മൈനസ് ഇവിടം വരെയുള്ള ഏരിയ നമ്മൾ കുറയ്ക്കുകയാണ്, അപ്പോൾ നമുക്ക് 0.05 കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ദാറ്റ് ഇസഡ് ലെസ് ദാൻ ഇസഡ് 0.05 എന്ന് പറയുന്നത് 1 മൈനസ് 0.05 ആയിരിക്കും. ദാറ്റ് ഇസ് 0.95 എന്ന് കിട്ടും. അതായത് ഈ ഏരിയ 0.5 ആണെങ്കിൽ, ഈ ഏരിയ 0.05 ആണെങ്കിൽ ഈ ബാക്കിയുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0.95 ആയിരിക്കും. കാരണം ടോട്ടൽ ഏരിയ 1 ആയിരിക്കണമല്ലോ. അപ്പോൾ 0.95 ഏരിയ വരുന്ന ഇസഡ് ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായിരിക്കും നമ്മുടെ ഇസഡ് 0.05 എന്ന് പറയാം. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും ടേബിളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ടേബിളിൽ നിന്നും ഈ ഏരിയ നമ്മൾ നോക്കിയിട്ട് ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. തിരിച്ചാണ് വേണ്ടത്. നേരത്തെ നമ്മൾ വാല്യൂ തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ നമ്മൾ ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് ഞാനത് ഓക്കെ, ലെറ്റ് മീ ഷെയർ ദാറ്റ് ടേബിൾ. ഓക്കെ, ഐ ഹോപ്പ് യു സീ ദിസ്. സോ 0.95 ഏരിയ വരുന്ന ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഹിയർ അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ നോക്കേണ്ടത്. സി, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ 0.9595, ഇതിപ്പോൾ 0.95 ഏറ്റവും അടുത്തുള്ള ഒരു വാല്യൂ ആണ് ഇതും, അതുപോലെ ഇതും 0.9505. രണ്ടും 0.05 ഡിസ്റ്റൻസിലാണ് ഇത് രണ്ട് വാല്യൂ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആൻസർ സെലക്ട് ചെയ്യുമ്പോൾ 1.64 നമുക്ക് എടുക്കാം. 1.64 എടുത്താൽ ഇത് കിട്ടും. 1.64ന്റെ ആണ് 0.9495. അതുപോലെ 1.65 എടുത്താൽ 0.9505 കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എക്സാക്ട്ലി ഒരു മിഡിൽ വാല്യൂ നമുക്ക് തൽക്കാലം ചൂസ് ചെയ്യാം. 1.645 എന്ന് പറയുന്ന ഒരു വാല്യൂവിലായിരിക്കും എക്സാക്ട്ലി നമുക്ക് 0.95 വാല്യൂ കിട്ടും. ഇതിനിടയ്ക്ക് രണ്ടുള്ള ഒരു വാല്യൂ, ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണല്ലോ കിട്ടുക, 0.95 എന്ന് പറയാം. So that is going to be at 1.645. All right, so that probability is so Z 0.05 is 1.645 എന്ന് കിട്ടും. ഇങ്ങനെയാണ് തിരിച്ച് നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്നായി നമ്മൾ വിളിക്കുക. ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, തിരിച്ച് ഏരിയയിൽ നിന്നും ആ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് certain other values are also given, like alpha എന്ന് പറയുന്നത് 0.1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ഇസഡ് ആൽഫ 1.28 ആയിരിക്കും. 0.05 ഇതിന്റെയാണ് നമ്മളിപ്പോൾ ചെയ്തത്, 1.645 ആണ്. 0.025 1.68 കിട്ടും. 0.01 2.33, അങ്ങനെ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ആൽഫയുടെ വാല്യൂ 0.005 ആണെങ്കിൽ അതിന്റെ ബാക്കി വരുന്ന 0.95 ഉണ്ടല്ലോ, അതിനെ നമ്മൾ 100% എന്നാണ് പറയാം, പെർസെൻറ്റൈൽ. അപ്പോൾ ഇതാണ് പെർസെൻറ്റൈൽ വാല്യൂസ് എന്ന് പറയാം. ഇത് പെർസെൻറ്റൈൽ വാല്യൂസ്, ഇത് ആൽഫ വാല്യൂസ്. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ഇസഡ് ആൽഫ വാല്യൂസ് ആണ് ഈ ടേബിളിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ.